ഓൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ, കേരളത്തിൽ എവിടെയാണെങ്കിലും പോകാം. അതായത് ഇവിടെ നിൽക്കുന്ന വണ്ടി 24 മണിക്കൂർ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട് അല്ലേ? ആ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. പകുതി പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. നമ്മുടെ സ്പെഷ്യൽ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ന്യൂ ഷേപ്പിലേക്ക് 2021 കൺവേർട്ട് ചെയ്തതാണ്. റീവണ്ടിന്റെ വിലക്ക് നമുക്ക് കൊടുക്കാം. അതായത് റീവണ്ടി, അതായത് നമ്മളവിടെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വണ്ടിയുടെ അതേ പ്രൈസിന് നമുക്ക് കേരള രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഈ ക്രിസ്റ്റ കൊടുക്കാം അല്ലെ? റിയർ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും. അതെ, മേജർ ഒന്നും ഉണ്ടാവില്ല. ബമ്പറൊക്കെ ഇപ്പൊ സ്വാഭാവികമാണല്ലോ. ഒരു ഓഫർ പ്രൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓഫർ പ്രൈസ്, അതായത് അഡാറ് ഓഫർ ആണല്ലോ. അതെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. റെഡ് ബെൽ എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ്. ഇവിടുത്തെ 2 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. കാരണം ഇവിടെ ഇന്നോവ വണ്ടികളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്നോവ ഉള്ളൊരു ഷോറൂമാണ് ഇവിടെ. അതിനിടയ്ക്ക് വേറെ വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ 2 വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ 2ൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇന്നോവ വണ്ടികളുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്രിസ്റ്റ ഫോർച്യൂണർ സ്പെഷ്യലിസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടംപോലെ ക്രിസ്റ്റകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. ബ്രോ, ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. നമ്മുടെ ഇത് മലപ്പുറം മോങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മലപ്പുറത്തുനിന്നും കൊണ്ടോട്ടിന്റെയും മഞ്ചേരിന്റെയും സെന്റർ ആയിട്ട് വരും. രണ്ടും അവിടുന്ന് എല്ലായിടത്തുനിന്നും ഒരു 9 കിലോമീറ്റർ. എല്ലായിടത്തും 9 കിലോമീറ്റർ. അപ്പോൾ അതാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നിൽക്കുന്ന വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിലേക്ക് പോകാം. അതായത് ഇവിടെ നിൽക്കുന്ന വണ്ടി 24 മണിക്കൂർ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട് അല്ലേ? ആ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. പകുതി പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. ആ പൈസ ഫുള്ള് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ 24 മണിക്കൂർ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയിട്ട് ഏത് മെക്കാനിക്കിനോ ആരെ വേണമെങ്കിലും കാണിച്ച് വണ്ടി സർട്ടിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീരജിസ്ട്രേഷൻ വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ക്രിസ്റ്റ ആദ്യത്തെ വണ്ടി. ഇത് 2018 G4. ഓക്കെ. ഇത് ആസ്കൈന് പ്രൈസ് 16.25 ലക്ഷം റുപ്യാണ്. 16.25 ലക്ഷം. ഒരു 15.25 നിങ്ങൾ ഓഫറായിട്ട് നിങ്ങൾക്ക് ഒരു 15.25 നിങ്ങൾക്ക് തരാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ പറയാനാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്റീരിയറൊക്കെ കമ്പനി ആ ഒരു സെറ്റപ്പിൽ തന്നെ കിടക്കുന്നത്. നേരെ അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞില്ല നമ്മൾ. 1,70,000 കിലോമീറ്റർ ആണ്. തേർഡ് ഓണർ വണ്ടിയാണ്. G4 വേരിയന്റ് ആണ്. ഓക്കെ. വില നമ്മൾ പറഞ്ഞു. ഫിനാൻസ് അവൈലബിൾ ആണല്ലോ? അതെ. ഒരു 14 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ്? 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ്. നല്ല ഡോക്യുമെന്റ് വേണം കേട്ടോ. 10 ലക്ഷം രൂപേന്റെ മേലേക്ക് ലോൺ എടുക്കുന്നവർക്ക് ഒന്നെങ്കിൽ IT അടക്കണം, അല്ലെങ്കിൽ നല്ല ട്രാൻസാക്ഷൻ കാണിക്കണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ലോൺ കയറുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നേരെ നമ്മൾ ഫോർച്യൂണറിലേക്ക് വന്നിരിക്കുകയാണ്. ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2013 2 വീൽ ഓട്ടോമാറ്റിക് 2 വീൽ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. 1,40,000 കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 13.25 ലക്ഷം റുപ്യാണ്. ഒരു 13 ലക്ഷം റുപ്യ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 13 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം അല്ലേ? ഒരു 10-11 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ലോണും കൊടുക്കാം. അതാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അടുത്ത ക്രിസ്റ്റ. ഇത് 2018 G4 സെക്കൻഡ് ഓണർ. 1,00,000 വെറും 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ന്യൂ ഷേപ്പിലേക്ക് 2021 കൺവേർട്ട് ചെയ്തതാണ്. അതെ, ബമ്പറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 16.25 ലക്ഷം റുപ്യാണ്. 16.25 ലക്ഷം രൂപ. ഒരു 16 ലക്ഷം റുപ്യ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. യെസ്. അപ്പോൾ അതാണ് ക്രിസ്റ്റയുടെ കാര്യം. അടുത്ത വരുന്നതിന്റെ ഇടയിലൊരു XUV 500 ഉണ്ട്. അതെ. ഇത് 2015 മോഡലാണ്. 17 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 1,50,000 കിലോമീറ്റർ ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫാൻസി നമ്പർ ആണ്. ഇതിന് 8.5 ലക്ഷം രൂപ ആസ്ക് 8.10 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതിന് ഫിനാൻസ് കിട്ടൂലേ? മാക്സിമം 7 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വരെ ലോണും കൊടുക്കാം. ലോൺ കിട്ടും. ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ വേറൊരു XUV 500 കൂടെ കിടപ്പുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസും കൂടി പറഞ്ഞിട്ട്. ഇത് 2013 മോഡല്. തേർഡ് ഓണർഷിപ്പ്. 1,90,000 കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്ററിന്റെ മേജർ ഇത് കഴിഞ്ഞതാണ്. സർവീസ് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്തതാണ്. ഇത് ഫാൻസി നമ്പർ ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മള് ഒരു ഓഫർ പ്രൈസ് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നമ്മുടെ സബ്സ്ക്രൈബേഷനുള്ള ഓഫർ. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാട്ടോ. ഇതിന് ഫിനാൻസ് മാക്സിമം 4-4.5 ലക്ഷം രൂപ ഫിനാൻസും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. XUV എപ്പോഴും നല്ല ആരാധകരുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. നമുക്ക് ബാക്കിൽ ക്രിസ്റ്റ കിടപ്പില്ല. ക്രിസ്റ്റയിലേക്ക് പോകാം കേട്ടോ.
അപ്പോൾ അടുത്ത ക്രിസ്റ്റ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് 2017 മോഡല് G4 1,50,000 കിലോമീറ്റർ. ഇത് തേർഡ് ഓണർഷിപ്പ് ആണ്. ഇത് 15.4 ലക്ഷം റുപ്യ നമ്മൾ ആസ്ക് ചെയ്യേണ്ടത്. ഒരു 15 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കാം. 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 13 ലക്ഷം റുപ്യ ലോണും കൊടുക്കും അല്ലേ? യെസ്, അതാണ് ഈ ക്രിസ്റ്റയുടെ കാര്യങ്ങൾ. ഇന്ത്യയുടെ സൈഡിലൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, എല്ലാം കമ്പനി സംഭവങ്ങൾ തന്നെയാണ്. അടുത്ത ക്രിസ്റ്റ എന്ന് പറയുന്നത് ഇതേതാ? ഇത് 2017 മോഡലാണ്. 17 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത്ര നേരം നമ്മൾ കണ്ടത് റീവണ്ടിയാണ്. XUV 500 ഒഴിച്ച് ബാക്കിയെല്ലാം കണ്ട് റീവണ്ടി ആണെങ്കിൽ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, ഇത് ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. ഓഫർ കൊടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഓഫർ. അതെ 15.25 ലക്ഷം റുപ്യ ആവശ്യപ്പെടുന്ന വണ്ടി ഒരു 15.5 ലക്ഷം റുപ്യക്ക് റീവണ്ടിന്റെ വിലക്ക് നമുക്ക് കൊടുക്കാം. അതായത് റീവണ്ടി, അതായത് നമ്മളവിടെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വണ്ടിയുടെ അതേ പ്രൈസിന് നമുക്ക് കേരള രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഈ ക്രിസ്റ്റ കൊടുക്കാം അല്ലേ? 2017 മോഡലാണ്. 1,65,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. തേർഡ് ഓണർഷിപ്പ് ആണ്. തേർഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയർ സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ ഫ്ലോർ മാറ്റ്, സീറ്റ് കവർ എല്ലാം മാറ്റി വേറൊരു ടൈപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ സിസ്റ്റം കയറ്റിയതാണോ? അതെ, സിസ്റ്റം എക്സ്ട്രാ കയറ്റിയതാണോ? വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ സീറ്റ് അല്ല, നോർമൽ സീറ്റാണ് വരുന്നത്. എന്നാലും സീറ്റിനൊന്നും ഡാമേജ് ഒന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്ന അടിപൊളി ക്രിസ്റ്റയാണ്. ഇതൊന്നും അല്ല, ഇഷ്ടം പോലെ ഇന്നോവ ഉണ്ട്. നിങ്ങൾ ബാക്കിലേക്ക് ഒന്ന് ക്യാമറ തിരിക്കൂ. ഇഷ്ടം പോലെ ഇന്നോവകളുണ്ട്. ഇന്നോവ ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള 2 വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഫോർച്യൂണർ, അടുത്ത ഫോർച്യൂണറിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് 2011 മോഡൽ 4 വീൽ മാനുവൽ ആണ്. 4 വീൽ മാനുവൽ. നമ്മൾ നേരത്തെ കണ്ടത് 2 വീൽ ഓട്ടോമാറ്റിക്. 4 വീൽ മാനുവൽ 2011 ആണ്. ഇത് കേരള രജിസ്ട്രേഷൻ ആക്കി തരും. 9.4 ലക്ഷം റുപ്യ നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്. ഒരു 9 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കാം. ഒരു 7 ലക്ഷം റുപ്യ ഫിനാൻസും കയറും. ഇതിന്റെ ഇന്റീരിയർ ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇന്റീരിയറിൽ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്. നല്ല കുഷനിങ് ഉള്ള, തൈ സപ്പോർട്ടുള്ള അടിപൊളി സീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തായിട്ട് കാണുന്നില്ല. റിയറും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ലേ? റിയർ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ടയർ കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം 50% മേലോടെ ടയറൊക്കെ ഉണ്ട്. അത്യാവശ്യം കട്ടയുള്ള ടയറാണ്. തേഞ്ഞ് തീർന്ന ടയറൊക്കെ ആണെങ്കിൽ ഇവർ മാറ്റി തരും കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി പോളിഷ് ചെയ്ത് തരണമെങ്കിൽ പോളിഷ് ചെയ്ത് തരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ ഇവർ. അപ്പോൾ ഫോർച്യൂണർ കഴിഞ്ഞ് അടുത്ത വീണ്ടും ഒരു ക്രിസ്റ്റയിലേക്ക് പോവുകയാണ്. ഡീറ്റെയിൽസ് പറഞ്ഞോ ബ്രോ. ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ Z ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഇത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. 2020 ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രില്ല്. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാ? ഇത് 1,50,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കണ വില? ഇതിന് 17,50,000 ചോദിക്കുന്നുണ്ട്. ഒരു 17,20,000 കിട്ടി നമുക്ക് കൊടുക്കാം അല്ലേ? ഫിനാൻസും ഏകദേശം ഒരു 15 ലക്ഷം റുപ്യ ലോണും കിട്ടും അല്ലേ? ഇത് നമുക്കൊന്ന് തുറന്ന് കാണിച്ചു കൊടുത്താലോ? തുറന്ന് കാണിക്കുമ്പോൾ നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇവിടുത്തെ എല്ലാ വണ്ടിയും നീറ്റായിട്ടാണ് ആണല്ലോ. ഇന്ത്യയിലൊന്നും കുഴപ്പമില്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നേരെ ബാക്കിലേക്ക് പോകുമ്പോൾ ക്യാപ്റ്റൻ സീറ്റാണ്. ബാക്കിലത്തെ സീറ്റിനും ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഓഫർ പ്രൈസ്. യെസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു ഓഫർ പ്രൈസ്, അതായത് അഡാറ് ഓഫറാണല്ലേ? അതെ, ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതെ, ഫുൾ ലോൺ അല്ല, അങ്ങോട്ടും എമൗണ്ട് കിട്ടും. അതായത് പ്രൈസ് പറഞ്ഞു. ഇത് 2015 V ഓപ്ഷൻ ആണ്. 12 ലക്ഷം റുപ്യ മാർക്കറ്റുള്ള വണ്ടിയാണ്. ഇതിന് നമ്മളൊരു ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് 790 8-8.5 ലക്ഷം റുപ്യ ലോണും കിട്ടും. അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത്. ഫുൾ ലോണിനൊക്കെ കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 790 ആണല്ലേ? ഫിക്സ്ഡ് പ്രൈസ്. അതാണ് ഫിക്സഡ് പ്രൈസ് ആണ് 790. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള റേറ്റ് ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള സ്പെഷ്യൽ ഓഫറാണ്. ഇതിന് ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ അപ്പോസ്റ്റൊക്കെ മാറ്റി അടിപൊളിയാക്കി സെറ്റാക്കി ഇട്ടിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രിസ്റ്റ ഫോർച്യൂണർ സ്പെഷ്യലിസ്റ്റ് വീഡിയോ ആണെങ്കിലും ഇതിങ്ങനെ ഒരു ഓഫറിൽ കിടക്കുന്നതാണെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാതിരിക്കുന്ന മോശമല്ലേ? അതുകൊണ്ട് ചെയ്തതാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ക്രിസ്റ്റയിലേക്ക് വന്നിരിക്കുകയാണ്. ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2018 മോഡൽ G4 ആണ്. ഇത് 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 16.4 ലക്ഷം റുപ്യാണ്. ഒരു 16 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. 16 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. വണ്ടിയിൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ഫുള്ള്
സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്ന വണ്ടിയാണ്. എന്നാലും ഇന്ത്യയിൽ എക്സ്ട്രാ നമ്മൾ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്. പാർട്ടി യൂസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബ്രൗൺ കളറിലെ സീറ്റ് കവർ ആക്കിയിട്ടുണ്ട് ആണല്ലോ. വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ. ആൻഡ്രോയിഡ് സെറ്റും വെച്ചിട്ടുണ്ട് ആണോ? അപ്പോൾ പിന്നെയും പ്ലിങ് ആയി. ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ സീറ്റാണ്. സീറ്റിൻ്റെ ഒക്കെ അപ്പോസ്ട്രി ആ ഡിസൈനൊക്കെ അടിപൊളിയാണ് കേട്ടോ. തേർഡ് റോയും വലിയ പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ കിടക്കുകയാണ്. വീണ്ടും നമ്മൾ ഫോർച്യൂണറിലേക്ക് വന്നിരിക്കുകയാണ്. ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2012 മോഡല്, തേർഡ് ഓണർഷിപ്പ് ആണ്. 1,90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ. ഇത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പാർക്ക് ആൻഡ് സെയിലിന് വെച്ചതാണ്. അപ്പോൾ അവര് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 12.4 ലക്ഷം റുപ്യാണ് ആസ്ക് ചെയ്യുന്നത്. ഒരു 12 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കാം അല്ലേ? ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഒരു 10-11 റുപ്യ വരെ ലോണും കൊടുക്കാം. 10-11 രൂപ ഉണ്ടെങ്കിൽ ലോണും കൊടുക്കാം. ഓക്കെ, ലോണും കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. അടിപൊളി കമ്പനി സംഭവമാണ്. ഇതിന് ഇതുപോലെ മറ്റേ എന്താ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് തട്ടുമുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും. 24 മണി. അതെ, നമ്മളെല്ലാ വണ്ടിയും ചെക്കിംഗ് വാറണ്ടി നമുക്ക് കൊടുക്കും. ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ 24 മണിക്കൂറിൽ ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാവുന്നതാണല്ലോ. പിന്നെ എന്താ പറയാ, എന്തെങ്കിലും കുഞ്ഞു റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും. അതെ, മേജർ ഒന്നും ഉണ്ടാവില്ല. ബമ്പറൊക്കെ ഇപ്പൊ സ്വാഭാവികമാണല്ലോ, ഈ തട്ടലും മുട്ടലൊക്കെ ചെറിയ രീതിയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഇങ്ങനെ ഇന്ന പോലെ സംഭവങ്ങൾ ഉണ്ടെന്ന് പറയും. ഇതിന്റെ ഇന്റീരിയർ നമുക്ക് തുറന്ന് കാണിക്കാം. ഇന്റീരിയർ തുറന്ന് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ ഇത്. അതെ, 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അയ്യോ, ഡോർ അടഞ്ഞു. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും നീറ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോഷിയൊക്കെ കമ്പനി ആ ഒരു സംഭവം തന്നെയാണ്, വേറെ എക്സ്ട്രാ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വണ്ടികളാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇനിയും വണ്ടികളുണ്ട്, നമ്മൾ പറഞ്ഞാലും തീരാത്തത്ര വണ്ടികൾ ഇനിയും വണ്ടികൾ വരാനുണ്ടല്ലോ. അതെ, കുറേ വണ്ടികൾ ഇനി വരാനുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? പാൻ കാർഡ്, ആധാർ കാർഡ്, ചെക്ക് ലീഫ്, കരടച്ച റെസീറ്റ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ ഗ്യാരണ്ടറായി നിൽക്കുന്ന ആളെ പാൻ കാർഡും ആധാർ കാർഡും ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്കൊരു 5 വർക്കിംഗ് ഡേയ്സ്. അതെ, 5 വർക്കിംഗ് ഡേയ്സ്. പിന്നെ അവർ പേപ്പർ അയച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നിൽക്കുന്നോളും. പേപ്പർ ഒന്നും അയച്ചു കൊടുത്തില്ലെങ്കിൽ അതിനനുസരിച്ച് നീണ്ടു പോകും. അപ്പോൾ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ. കേരളത്തിൽ എവിടെയാണെങ്കിലും എവിടെ വേണമെങ്കിലും ഫിനാൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഇന്നോവ എടുക്കണം അല്ലെങ്കിൽ ഫോർച്യൂണർ എടുക്കണം എന്നുള്ള ഒരു മൈൻഡ് മനസ്സിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിക്കോ അല്ലേ. നമ്മള് മറ്റേ ഒരു തമാശ രീതിയിൽ പറയുകയാണെങ്കിൽ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ ബാബരി കയറുമല്ലോ, അതേമാതിരി ഉന്നോ എടുക്കാൻ പറ്റുമല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി പോവുക, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാം. അപ്പൊ അതുപോലെ നമ്മളും വണ്ടികളൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടു ഇഷ്ടം പോലെ ഇന്നോവകൾ ഇങ്ങനെ നിരത്തിയിട്ടാണ്. അങ്ങനെ ഞങ്ങളെ കണ്ണുടക്കി ഞങ്ങൾ കയറിയതാണ് ഇവിടെ. ഇന്നോവ ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ. പേജിന്റെ പേരെന്താ? റെഡ് ബെൽ യൂസ്ഡ് കാർ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അല്ലേ? അതെ, നമ്മളെ നമ്പർ ഉണ്ട്, അതിൽ കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് ഇന്നത്തെ വീഡിയോ അതിന്റെ 3 വീഡിയോ ആണ് നമ്മുടെ ഒപ്പം കട്ടക്ക് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയല്ലേ? നമ്മൾ ഈ വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ്, പക്ഷെ മൈക്ക് ജസ്റ്റ് ഒന്ന് കുത്താൻ മറന്നുപോയി, ഒച്ചയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും ഷൂട്ട് ചെയ്ത് ആകെ തളർന്ന് ഒച്ചയൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.